ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം ഭൂമിയിലേക്ക് തിരിച്ചുവരുന്നു. ജൂൺ 5-ന് നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെയും ബച്ച് വിൽമറിനെയും വഹിച്ച പുറപ്പെട്ട പേടകമാണ് ബോയിംഗ് സ്റ്റാർലൈനർ. മനുഷ്യരെ വഹിച്ചുള്ള പേടകത്തിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണമായിരുന്നു ഇത്. എന്നാൽ യാത്രക്കിടെ ഉണ്ടായ ഹീലിയം ചോർച്ചയും ത്രസ്റ്ററുകളിലെ തകരാറും കാരണം ദിവസങ്ങൾ മാത്രം കണക്കാക്കിയിരുന്ന ദൌത്യം 2 മാസത്തോളം നീണ്ടു. സെപ്റ്റംബർ 6-ന് സ്റ്റാർലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിടുമെന്ന് നാസ ഔദ്യോഗികമായി അറിയിച്ചു. സാങ്കേതിക പ്രശ്നങ്ങളോ കാലാവസ്ഥയോ കാരണം ഇതിൽ മാറ്റം വന്നേക്കാം. തകരാറുള്ള പേടകത്തിൽ തിരികെ വരുന്നത് ഭീഷണിയാകും എന്നതിനാൽ സുനിത വില്യംസും ബച്ച് വിൽമറും ഇല്ലാതെയാണ് പേടകം തിരിച്ചിറക്കുന്നത്. സഞ്ചാരികളെ ഫെബ്രുവരിയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെ വരുന്ന സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ പേടകത്തിലാണ് തിരിച്ചെത്തിക്കുക. സെപ്റ്റംബർ 6-ന് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30-നാണ് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെടുക. 6 മണിക്കൂറിന് ശേഷം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ്സ് സ്പേസ് ഹാർബറിൽ പാരച്യൂട്ടുകളുടെ സഹായത്തോടെ പേടകം ഭൂമിയിലിറങ്ങും. ജൂൺ 5-ന് വിക്ഷേപിച്ച സ്റ്റാർലൈനർ പേടകം ഒരു ദിവസത്തിന് ശേഷം വിജയകരമായി ബഹിരാകാശ നിലയത്തിലെത്തി. ഈ യാത്രക്കിടെ ഹീലിയം ചോർച്ചയുണ്ടാവുകയും 28 ത്രസ്റ്ററുകളിൽ 5 എണ്ണം പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പേടകത്തെ ഇത്രയും നാൾ ബഹിരാകാശ നിലയത്തിൽ തന്നെ നിലനിർത്തിയത്. സഞ്ചാരികളെ ഈ പേടകത്തിൽ തന്നെ തിരികെ എത്തിക്കാനുള്ള സാധ്യത പരിഗണിച്ചിരുന്നുവെങ്കിലും സുരക്ഷ മുൻനിർത്തി നാസ യാത്രികരെ മറ്റൊരു പേടകത്തിൽ തിരികെ എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 1986 ജനുവരിയിൽ ചലഞ്ചർ എന്ന സ്പേസ് ഷട്ടിൽ അപകടത്തിൽപ്പെടുകയും 14 ബഹിരാകാശ സഞ്ചാരികൾക്ക് ജീവൻ നഷ്ടമായതും കൊളംബിയ അപകടത്തിന് വർഷങ്ങൾക്ക് മുൻപാണ്. ഈ 2 അപകടങ്ങൾ സ്റ്റാർലൈനർ പേടകത്തെ ബഹിരാകാശ സഞ്ചാരികൾ ഇല്ലാതെ തിരികെ എത്തിക്കാനുള്ള തീരുമാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നാസ മേധാവി ബിൽ നെൽസൺ ഇപ്രകാരം പറഞ്ഞു. ആ 2 അപകടങ്ങളുടെയും അന്വേഷണ സംഘത്തിൽ ബഹിരാകാശ സഞ്ചാരിയായ നെൽസൺ ഉണ്ടായിരുന്നു. നാസയ്ക്ക് അന്ന് തെറ്റ് സംഭവിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ സ്റ്റാർലൈനറിൽ സുനിത വില്യംസിനെയും ബച്ച് വിൽമറിനെയും തിരികെ എത്തുന്നതിന്റെ വെല്ലുവിളികളെക്കുറിച്ച് വിദഗ്ധ എഞ്ചിനീയർമാരുടെ അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷമാണ് തീരുമാനമെടുത്തത്. 2025 ഫെബ്രുവരിയിലാണ് ഇരുവരെയും തിരികെ എത്തിക്കുക എന്നാണ് തീരുമാനം. ഇതിനായി സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകമാണ് ഉപയോഗിക്കുക. മറ്റൊരു പേടകം ഉപയോഗിച്ച് ഇവരെ തിരികെ എത്തിക്കാനുള്ള തീരുമാനം എല്ലാവരും ചേർന്ന് കൂട്ടായി എടുത്തതാണ് എന്നും ബിൽ നെൽസൺ പറഞ്ഞു. അതേസമയം സുനിത ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നാസ. ചുവന്ന രക്താണുക്കൾ നശിക്കുന്ന അവസ്ഥയാണിത്. ബഹിരാകാശത്ത് തങ്ങുന്ന സമയത്തോളം ഇത് തുടരുമെന്നതാണ് നിലവിലുള്ള അവസ്ഥയെ ഭീകരമാക്കുന്നത്. ഇത് സാധാരണ ബഹിരാകാശ സഞ്ചാരികളിൽ കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഭൂമിയിലും ഇത് സംഭവിക്കാറുണ്ട് എങ്കിലും ഇതിൽ നിന്ന് 54% കൂടുതലായിരിക്കും ബഹിരാകാശത്ത് വെച്ച് സംഭവിക്കുന്നത്. 6 മാസത്തെ കാലയളവ് കൊണ്ട് ഇത് 1 സെക്കൻഡിൽ 3 മില്യൺ കോശങ്ങൾ നശിക്കുന്നതിലേക്ക് നയിക്കും. ചുവന്ന രക്താണുക്കളുടെ നാശം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുക. ക്ഷീണം, അനീമിയ, ഹൃദയത്തിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുക എന്നതിലേക്ക് ഇത് നയിക്കും. അതിനാൽ തന്നെ ബഹിരാകാശത്ത് കൂടുതൽ സമയം ചിലവിടുന്നത് സുനിത വില്യംസിനെ സംബന്ധിച്ചിടത്തോളം മാരകമാണ്. സ്റ്റാർലൈനർ സർവീസ് മൊഡ്യൂളിലെ റിയാക്ഷൻ കൺട്രോളർ ത്രസ്റ്ററുകളിലൂടെ ഹീലിയം ചോർന്നതാണ് സുനിത വില്യംസിനെ തിരിച്ചെത്തിക്കുന്ന ദൌത്യത്തെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.